ഹലോ, ഞാൻ ആര്യ ആർ എസ്. 2023 നീറ്റ് എക്സാമിന് കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് നേടാൻ സാധിച്ചു. അപ്പോൾ നീറ്റ് എക്സാമിൻ്റെ 2024 നീറ്റ് എക്സാമിൻ്റെ ഡേറ്റൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ പേർക്കെങ്കിലും നല്ല ടെൻഷൻ ഉണ്ടാവും, കുറച്ച് പേർക്കെങ്കിലും നല്ല കോൺഫിഡൻസ് ഉണ്ടാവും, പക്ഷേ മിക്കവാറും ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, എക്സാം എത്രയും പെട്ടെന്ന് കഴിഞ്ഞു പോവുകയാണെങ്കിൽ ശരിക്കും അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ എക്സാം ഡേറ്റ് വന്നല്ലോ എന്ന് ഓർത്തിട്ട് ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. മാക്സിമം പറ്റാവുന്ന പോലെയൊക്കെ എക്സാമിന് വേണ്ടി കൂളായിട്ട് പ്രിപ്പയർ ചെയ്യുക. നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ എക്സാംസും, ബ്രില്യൻറ്റിൻ്റെ എല്ലാ എക്സാംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കം തൊട്ട് അവസാനം വരെ ബ്രില്യൻറ്റ് കണ്ടക്ട് ചെയ്ത എല്ലാ എക്സാംസും ഞാൻ എഴുതിയിട്ടുണ്ട്. ഓൺലൈൻ ബാച്ചിലായിരുന്നിട്ട് പോലും എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പം ഞാൻ OMR ഷീറ്റിൽ തന്നെ, ഓൺലൈൻ എക്സാംസ് ആണെങ്കിൽ പോലും OMR ഷീറ്റിൽ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഓഫ്ലൈൻ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എല്ലാ എക്സാംസും ഞാൻ ഓഫ്ലൈനായിട്ട് തന്നെയാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഓൺലൈൻ ബാച്ചിലാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ എക്സാംസ് എഴുതാൻ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഓഫ്ലൈൻ എക്സാംസ് തന്നെ പോയി അറ്റൻഡ് ചെയ്യണം. OMR ഷീറ്റിൽ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഫൈനൽ എക്സാമിന് നമുക്ക് പലപ്പോഴും പല മിസ്റ്റേക്സും വന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ഓഫ്ലൈൻ എക്സാംസ് തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഒരു എക്സാം പോലും മിസ് ചെയ്യരുത്. എക്സാമിന് മാർക്ക് കുറഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ പഠിച്ച് കഴിയുന്നില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എക്സാം മിസ് ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ല. എത്ര പഠിച്ച് തീർന്നിട്ടില്ലെങ്കിലും എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ടോ അത് വെച്ചിട്ട് പോയിട്ട് എക്സാം എഴുതുക. ഒരിക്കലും പഠിച്ച് തീർന്നില്ല എന്ന് കരുതി എക്സാംസ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോകുന്നുണ്ട്, എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ളൊരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഒരിക്കലും എക്സാംസ് മിസ് ചെയ്യരുത്. കാരണം എത്രത്തോളം എക്സാംസ് എഴുതുന്നോ അത്രത്തോളം നമുക്ക് പ്രാക്ടീസ് കിട്ടും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഫൈനൽ എക്സാമിന് പോകുമ്പോൾ. അപ്പോൾ എക്സാമിന് മാർക്ക് കുറയുന്ന സമയത്ത് ടെൻഷൻ അടിക്കുന്നതിന് പകരം എന്താണ് തെറ്റിപ്പോയത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാതായി പോയത്, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഗസ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചത്, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒരു നോട്ടിൽ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് റിവൈസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ബുക്ക് ഇടയ്ക്ക് എടുത്ത് നോക്കാനും പറ്റും. അപ്പോൾ ഒരിക്കലും എക്സാംസ് മിസ് ചെയ്യരുത്. എക്സാംസ് എഴുതി കഴിഞ്ഞാൽ അത് വീണ്ടും അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സൊക്കെ മറ്റൊരു ബുക്കിലേക്ക് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ബ്രില്യൻറ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്കും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ തരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുഴുവനും ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ബ്രില്യൻറ്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം സോൾവ് ചെയ്യണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുക. ഓൺലൈൻ ബാച്ച് ആണെങ്കിൽ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇ ലേണിംഗ് ആപ്പിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ചാപ്റ്ററിനും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ മാക്സിമം എത്രത്തോളം പറ്റുമോ അത്രത്തോളം സോൾവ് ചെയ്യുക. പിന്നെ ചിലപ്പം പ്രിപ്പറേറ്ററി മോഡൽ എക്സാംസ് ഒക്കെ വരും. മോഡൽ എക്സാംസ് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രിപ്പറേറ്ററി മോഡൽ എക്സാംസ് ഇ ലേണിംഗ് ആപ്പിൽ വരും. അപ്പോൾ പ്രിപ്പറേറ്ററി മോഡൽ എക്സാംസും പറ്റുന്നത് പോലെയൊക്കെ എഴുതി നോക്കണം. എത്രത്തോളം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ഇംപ്രൂവ്ഡ് ആവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. ടെക്സ്റ്റ് വായിക്കണം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യണം. NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നില്ല. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ വേർഡും, ഓരോ ലൈനും, ഓരോ ഡയഗ്രാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ബയോളജിക്ക് ആകുമ്പോൾ. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. പിന്നെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ചിലപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ഒക്കെ തലേന്നൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും കൂടി വായിച്ചു പോകാൻ ഒരിക്കലും അത് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ മറന്നു പോകുന്ന കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെറിയ നോട്ട്സായിട്ട് എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാം എടുക്കുമ്പം അവസാനത്തേക്കൊക്കെ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഫിസിക്സിൽ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ഒരുപാട് ചാപ്റ്റേഴ്സും ഉണ്ട്, ഓരോ ചാപ്റ്ററിലും ഒരുപാട് ഇക്വേഷൻസും ഉണ്ട്. അപ്പോൾ ഇക്വേഷൻസൊക്കെ സെപ്പറേറ്റ് എഴുതി വെക്കുക. അതുപോലെ തന്നെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇക്വേഷൻസൊക്കെ സെപ്പറേറ്റ് എഴുതി വെക്കുക. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. മറന്നു പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ എക്സാമിന് നമുക്ക് തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് സെപ്പറേറ്റ് എഴുതി വെച്ച്
അത് ടൈം കിട്ടുമ്പോഴൊക്കെ എടുത്ത് റിവൈസ് ചെയ്ത് നോക്കണം. പിന്നെ മറ്റൊരു കാര്യം, ടെൻഷൻ വേണ്ട. ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ ടെൻഷൻ അടിച്ചതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒന്നും നേടാൻ സാധിക്കില്ല. അപ്പോൾ മാക്സിമം കോൺഫിഡൻസോട് കൂടി ഓരോ ചാപ്റ്ററും പഠിച്ചു പോവുക. മറന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല, ചാപ്റ്റേഴ്സ് ഒരുപാട് പെൻഡിങ് ആയി പോകുന്നുണ്ട് എന്നതൊക്കെ എല്ലാവരും പറയുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാനും അതുപോലെ തന്നെ പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പെൻഡിങ് ആയി പോകുന്നുണ്ട് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ മുഴുവൻ പഠിച്ചു തീർത്തുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റണമെന്നില്ല. അപ്പോൾ പറ്റാവുന്നിടത്തോളം ഒക്കെ പഠിക്കുക. നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കുക. അല്ലാതെ ചിലപ്പം മുഴുവനും പഠിച്ച് തീർത്തിട്ട് എക്സാം എഴുതുക എന്നുള്ളത് ചിലപ്പം അത്രയ്ക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് എക്സാംസ് എഴുതാൻ പറയുന്നത്. പഠിച്ച് തീരുന്നത് വരെ ഒരിക്കലും എക്സാം എഴുതാൻ കാത്തു നിൽക്കരുത്. പഠിച്ച് തീർന്നില്ല എന്ന് കരുതി എക്സാം എഴുതാതെ ഇരിക്കരുത്. എത്രത്തോളം പഠിച്ചോ അത്രത്തോളം വെച്ചിട്ട് എക്സാം എഴുതുക. ഒരിക്കലും എക്സാംസ് സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ലെക്ചർ നോട്ട്സ് പ്രൊഫസേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ലെക്ചർ നോട്ട്സ് എഴുതുന്നത് നല്ലതാണ്. ലെക്ചർ നോട്ട്സ് വായിക്കുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, NCERT ടെക്സ്റ്റ് ബുക്ക് മാക്സിമം നല്ല രീതിയിൽ വായിക്കണം. ബയോളജിയും അതുപോലെ തന്നെ നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രിയും ഒക്കെ ടെക്സ്റ്റ് ബുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. അതുപോലെ തന്നെ ബയോളജിയിലെ ഡയഗ്രാംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡയഗ്രാംസും വളരെ ശ്രദ്ധയോടുകൂടി നോക്കി പോകണം. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട. മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്താൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇൻപുട്ട് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഔട്ട്പുട്ടും കിട്ടും. അപ്പോൾ ഒരിക്കലും വിഷമോ ടെൻഷനോ അങ്ങനെ ഒന്നും വേണ്ട. എക്സാമിന് മാർക്ക് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിലും സങ്കടപ്പെടാനൊന്നുമില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അവസാനം നമുക്ക് ഉറപ്പായിട്ടും നമ്മളുടെ ഒരു വർക്കിൻ്റെ ഒരു റിസൾട്ട് ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും ഇൻട്രിൻസിക്കലി സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് ഒരിക്കലും നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള പേടി അല്ലെങ്കിൽ ടെൻഷൻ, അപ്പോൾ ഇൻട്രിൻസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് എപ്പോഴും നമുക്ക് പ്രശ്നങ്ങളായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇൻട്രിൻസിക്കലി സ്ട്രോങ് ആവുക, ഡിറ്റർമിൻഡ് ആവുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉറക്കവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും ഹെൽത്ത് സാക്രിഫൈസ് ചെയ്ത് പഠിക്കരുത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ പഠിച്ചു കഴിയുമ്പോൾ എപ്പോഴാണോ നിങ്ങൾക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നുന്നത് ആ സമയത്ത് കുറച്ച് ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മാക്സിമം പഠിക്കുക, പറ്റാവുന്നിടത്തോളം പഠിച്ചു തീർക്കുക, എല്ലാ എക്സാംസും എഴുതുക, ക്വസ്റ്റ്യൻസ് ഒരുപാട് സോൾവ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.